നമുക്ക് 2250യുടെ ഫാക്ടേഴ്സിലെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനർത്ഥം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 2250യുടെ സ്ക്വയേഴ്സ് വരുന്ന ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് കാണേണ്ടത്. 2250 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 225 എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ ആണ്. 15 സ്ക്വയർ ഇൻറ്റു 10. സോ എഗെയിൻ 15 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5, 10 2 ഇൻറ്റു 5 ആണ്. സോ നമുക്കിത് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഫാക്ടേഴ്സിൽ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആയ ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പോണന്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് 2നേക്കാൾ ലെസ് ആയിട്ട് എക്സ്പോണന്റ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 2 ഓർ മോർ ദാൻ 2 വരുന്ന എക്സ്പോണന്റിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമ്മൾ 3യുടെ എക്സ്പോണന്റ് 2 ആണ്. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 1 ആണ്. സോ അതിനോടുകൂടെ നമ്മൾ 1 ആഡ് ചെയ്യുക. എഗെയിൻ 5 ക്യൂബ്, അതിന്റെ എക്സ്പോണന്റിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് വരുന്നത് 1 ആണ്. അതിനെയും നമ്മൾ 1 ആഡ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന ഫാക്ടേഴ്സ്. സോ 2 ഇൻറ്റു 2 4 ഫാക്ടേഴ്സ് സ്ക്വയേഴ്സ് ആയിട്ട് വരും. സോ അത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 3 സ്ക്വയർ 5 സ്ക്വയർ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ആണ്. സോ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 3 5 15 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ.